DMSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാതിരാത്രി എവിടെ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ വെളുപ്പിന് 3 മണിയായ സമയം. ഞങ്ങൾ ഓൾമോസ്റ്റ് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മാസം ആവുന്നു തോന്നുന്നല്ലോ ഇങ്ങോട്ട്. ചെന്നൈയിൽ പൊക്കും എല്ലാം കൂടെ. ഇപ്പം എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ മീൻതുള്ളിയിലാണ് ഉള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ സമയം വെളുപ്പിന് 3 മണിയായി. നേരെ കൊച്ചിയിലേക്ക്. ഈ വെളുപ്പിന് വീട്ടിൽ നിന്ന് ഹലോ ഗൈസ് നോട്ട് അച്ഛനെ അവരെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇൻട്രോ എടുത്തത്. അപ്പം നമുക്ക് പോവാം. ഓഹോ, ഭയങ്കര മഴ തുടങ്ങിട്ടോ. എത്ര ദിവസമായല്ലേ മഴ കണ്ടിന്യൂസ്. ഇതിനോട്ടോ ഒന്ന് നമ്മളെ പൊട്ടനത്തിൻ്റെ അടുത്ത് നിർത്തണേ. ഞങ്ങൾ എപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴും മുടങ്ങാണ്ട് നിർത്തുന്നൊരു സ്ഥലമുണ്ട്. എപ്പോഴും ഇറങ്ങും കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര മഴയായിപ്പോയില്ലേ, ഇറങ്ങാൻ പറ്റില്ല. എന്നാലും ഒന്ന് നിർത്തി കണ്ടിട്ടേ പോവുള്ളൂ. എന്താന്ന് ഞാനിപ്പോൾ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ. ഇതെത്തി, ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടുമായി. കേട്ടോ, നമുക്ക് ഇരുട്ടത്ത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് കണ്ണൂർ ജില്ലക്കാർക്കും കാസർഗോഡ് കാണുന്നില്ല ഇരുട്ടായിട്ട്. കണ്ണൂർ ജില്ലക്കാർക്കും കാസർഗോഡ് ജില്ലക്കാർക്കും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇത് നമ്മളെ പൊട്ടൻ തെയ്യത്തിൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ തെയ്യം ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇയർലി വൺസ് തെയ്യം ഉള്ളപ്പോൾ മാത്രമേ നട തുറക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പോവാം. ചെറുപുഴ റോഡ്. അങ്ങനെ നമ്മൾ ചെറുപുഴ എന്ന് പറയുന്ന ടൗൺ എത്തി കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള വലിയ ടൗൺ ഇതാണ്. നല്ല റോഡാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മലയോര ഹൈവേ ആണ്. സ്ട്രെയിറ്റ് ഇവിടുന്ന് അല്ല, ഗൂഗിൾ ചേച്ചി പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ചെറുപുഴ റോഡ്, പിയാനർ, ചെറുപുഴ റോഡ്, വില്ലൂർ. ഒന്ന് സ്റ്റോപ്പ് ആക്കുവാനോട്ടെ. ഇവിടുന്ന് സ്ട്രെയിറ്റ് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റോ ലെഫ്റ്റോ ഒന്നുമില്ല കേട്ടോ. സ്ട്രെയിറ്റ് 30 കിലോമീറ്റർ പോയാൽ നമ്മുടെ പയ്യന്നൂർ ടൗൺ എത്തും. Take the next left onto Cheruthazam, Kuttur, Paringum Road. നേരെ പോയാലാണ് ഞാൻ പറഞ്ഞ പയ്യന്നൂര് ഒക്കെ എത്തുക. പയ്യന്നൂര് നമ്മ നേരെ ലെഫ്റ്റ്. പയ്യന്നൂർ വഴിയും പോവാം, കുറച്ച് ചുറ്റാണത്. അപ്പം നമ്മ ഇതിലേ പോയി. Continue on Cheruthazam, Kuttur, Paringum Road for 14 kilometers. ഇതിലേ പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം വരും കേട്ടോ. കണ്ണൻ്റെ വലിയ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം അത്. ആ അമ്പലത്തിൻ്റെ മുന്നിലേ പോവാ. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ പയ്യന്നൂരിൽ നിന്ന് വരുന്ന ആ റോഡ് അങ്ങോട്ടേക്ക് എന്നെ പറയാൻ വിടുന്നില്ല. ആ ഹൈവേയിലേക്ക്, മെയിൻ ഹൈവേയിലേക്ക് എത്തിയിട്ടോ. ഇനി ഫുള്ള് റോഡ് ഇടിഞ്ഞതും പ്രശ്നവും ബ്ലോക്കും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഈ സമയമായിട്ട് പ്രശ്നമില്ല. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയ ആണ് ഫുള്ള്. ഫുള്ള് എൻ്റെ മേ അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ടൗൺ എത്തിട്ടോ. ഇവിടെയാണ് പ്രശസ്തമായ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം വരുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം, അടുത്താന്ന് പറഞ്ഞാൽ ഞാനെന്തോ ചെറുപ്പത്തിൽ പോയതാട്ടോ. ദൂരമുള്ളവരൊക്കെ തേടി പിടിച്ച് വരുന്നു, അടുത്തിൽ നമ്മൾ പോയിട്ടില്ല. അവിടെ എന്തൊക്കെയോ ടൈമിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ കയറാവൂ, ലേഡീസിന് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അങ്ങനെ നമ്മളെ കണ്ണൂർ ടൗൺ എത്തിട്ടോ. ഇങ്ങനത്തെ ഡിവൈഡറിനാണ് നമ്മളൊന്ന് പറഞ്ഞത്. ചെറിയ ഡിവൈഡർ, സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കാണുന്നില്ലേനു കേട്ടാ, ഇരുട്ടന്നെ.
നമ്മൾ നാട്ടിലേക്ക് വരുമ്പോ മെയിനായിട്ട് ബ്ലോക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തിലൊന്നാണ് കണ്ണൂര്. ഈ സമയമായതുകൊണ്ട് അതൊന്ന് കവറാക്കിട്ട് ഇവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോകണം. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് കേട്ടോ നമ്മളെ കണ്ണൂർ എയർപോർട്ട്. നമ്മളെ ഹൈവേയിലെ ഫസ്റ്റ് ടോൾ കേട്ടോ. ഇത് നമ്മുടെ മാഹി ടോളല്ലേ? ഈ ഒന്നേ ഓപ്പൺ ആയിട്ടുള്ളൂ തോന്നുന്നല്ലേ ടോള്. എറണാകുളം 227, കോഴിക്കോട് 43. അയ്യോ കുറച്ച് സമയം നല്ല റോഡിലേക്ക് പോകും. ഒരു 10 മിനിറ്റ് നല്ല റോഡ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ മോശം റോഡായിരിക്കും. ഇതിപ്പോ 2.5 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളോ? നിനക്ക് റോഡ് മനസ്സിലാവുന്നുണ്ടോ? തിരിയുന്നില്ല അല്ലേ? ടാറൊന്നും ഇല്ല. എൻ്റെ അമ്മ പരിതാപകരം. അയ്യോ അയ്യോ, ഇതൊക്കെ ഏത് കാലത്ത് ശരിയാവോ എന്തോ. അയ്യോ. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി എത്തിയിട്ടോ. ഇനി അടുത്തത് കോഴിക്കോട്. നേരെ ഇതെങ്ങനെ പൊലന്ന് വരുന്നുണ്ട്. വെളിച്ചം വന്നു. ഇപ്പം സമയം 6 മണിയായിട്ടോ. അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് വണ്ടി എടുത്തു കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആ ഒരു ഈ കൊയിലാണ്ടിയിൽ ഇത് 24 hours ഉണ്ട്. നമ്മൾ നൈറ്റെല്ലാം നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഇവിടെയാണ് നിർത്തുക. ഇവിടെ നിർത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒരു ടീയോ സ്നാക്സോ എന്തെങ്കിലും കുടിച്ച്, എപ്പോഴും സ്നാക്സൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ രണ്ടാൾക്കും ഭയങ്കര വിശപ്പ്. 6 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒന്നും തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. ഇരുട്ടായിട്ട് നമ്മൾ കാണുന്ന പോലും ഇല്ല അല്ലേ. ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ പീസ് തിന്ന് വെള്ളം കുടിച്ചപ്പോൾ ഒന്ന് ലെവലായി. ഭയങ്കര ബ്ലോക്കാട്ടോ ഇതാ. ഇനി 207 കിലോമീറ്റർ കേട്ടോ, 4.5 മണിക്കൂർ. അതിനിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവുമായിരിക്കും. എന്തായാലും ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചി റീച്ച് ആവും അല്ലേ ഏട്ടാ? In 600 meters, join with National Highway 66. ഇതിനിപ്പോ അങ്ങോട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് കിട്ടുമോന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ കാലിക്കട്ട് കോഴിക്കോട് എത്തിയിട്ടോ. ഇനി ഒരു 189 കിലോമീറ്ററും കൂടെ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാ കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. രസമുണ്ടല്ലേ? നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊരു മോഹിനിയാട്ടത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. സ്റ്റാർട്ടായിട്ടാന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ ആയതേ ഉള്ളൂ അല്ലേ? അല്ല, അതെന്താ ഇപ്പോൾ അത് എൻട്രി അല്ലേ? നല്ല രസമുണ്ടല്ലേ കെട്ടിയത് കാണാൻ വേണ്ടിയിട്ട്. ഒരു കേരളത്തിന്റെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്, പന്തീരങ്കാവ് ടോൾ പ്ലാസ.
നമുക്ക് സ്ട്രെയിറ്റ് പോകണം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താലാണ് കാലിക്കട്ട് എയർപോർട്ടിലേക്കുള്ള റൂട്ട് വരുന്നത് കേട്ടോ. Concrete dreams where the neon glows. Every block tells a tale the whole city knows. ആ ഇതും ഭയങ്കര വലുത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി കേട്ടോ. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിന് എത്രയുണ്ട് കേട്ടോ? 150യാ? ടിഷ്യൂവാ? ക്യാമറ തുടക്കാനാ? പിന്നെയും കേറിയല്ലത്. അപ്പൊ ഇത്രയും സമയം അതൊന്നാക്കുന്നുണ്ടായിരുന്നേ. ആ ബസ് അങ്ങോട്ടേ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അമ്മ ഇത്രയും സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ കാലിക്കട്ട് കഴിഞ്ഞ പിന്നെ റോഡ് നല്ലതായി കേട്ടോ. നമുക്ക് നമ്മുടെ ഹൈവേ തന്നെ കെട്ടി. പക്ഷെ അറിയില്ലല്ലേ ഏട്ടാ എത്ര നേരം ഉണ്ടാവൂന്ന്. ഇപ്പൊ നല്ല റോഡാ. വെട്ടിച്ചിറ ടോൾ പ്ലാസ സ്റ്റാർട്ട് ആയിട്ടല്ലേ? ആ ടോയ്ലറ്റ് കേട്ടാ. ചേഞ്ചിങ് റൂം, ലേഡീസ് ടോയ്ലറ്റ്. മേലെ കയറി പോണ്ടല്ലേ? പണി കഴിഞ്ഞാ സൂപ്പറാ. ടീ ഷോപ്പല്ലേ? ഇതുണ്ട്. ആ പിന്നെ മേലെ എന്താ അങ്ങനെ? ഞാൻ വിചാരിച്ച റൂംസ് മതി തോന്നി. കൊറേ എണ്ണം. ആ കൊറേ ഡോറുകളുണ്ട്. ഞാൻ 2 വായിച്ചിട്ടു. ചേഞ്ചിങ് റൂമും ലേഡീസ് ടോയ്ലറ്റ്, ജെന്റ്സ് ടോയ്ലറ്റ് ഇത്രയും വായിച്ചു. പിന്നെ അങ്ങോട്ട് ഫുള്ളുണ്ട് റൂം. എന്താന്ന് തോന്നുന്നു. എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? നല്ല മഴ തുടങ്ങിയിട്ടോ. നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചവരെ അവിടെ ഒന്നും നിൽക്കാതെ ഭയങ്കര മഴ എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയില്ലായിരുന്നു. കോഴിക്കോട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത്. നല്ല റോഡ് എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഒരു 10 മിനിറ്റേ ഉണ്ടായിട്ടു. പിന്നെ അയ്യോ ഇപ്പൊ ആദ്യം ഭയങ്കര സോറി ആദ്യം ഭയങ്കര മോശം റോഡാ. എന്താ അവസ്ഥയാന്നറിയോ? ഇപ്പൊ നമ്മൾ ചാവക്കാട് കഴിഞ്ഞു കേട്ടോ. ഇനി കറക്റ്റ് 2.25 മണിക്കൂറും കൂടെ 97 കിലോമീറ്റർ. ഇത് റോഡ് എനിക്ക് കാണുന്നുണ്ട്. എന്ത് മോശമാണെന്നറിയോ? ചള്ളി പുളിയാ. അയ്യോ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ വാടാനപ്പള്ളി എത്തിയിട്ടോ. ഭയങ്കര മഴയാ. കണ്ണു കാണില്ല, അത്രയ്ക്കും മഴയാ. ഇനിയൊരു 2.25 മണിക്കൂറും കൂടെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. ഏട്ടൻ ഇന്ന് വൈകുന്നേരം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ ഉണ്ട്. ഏട്ടന് അതിന് പോകണം. ഞാൻ കിടന്നുറങ്ങും. വൈകുന്നേരം അല്ലേ ഇതിനോട്ടാ? 4 മണിയാ? പെരുമ്പാവൂർ അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ഏതോ ഒരു റൂട്ടിലേ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇതുവരെ ഈ റൂട്ടിലേ പോയിട്ടില്ല. ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡ്
ഏതോ എളുപ്പ വഴിയായിരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടും വീതിയില്ല, നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ ഒന്നും സ്പീഡിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കുഞ്ഞി റോഡ്. എപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാ, ഏതെല്ലോ പുതിയ ഊട് വഴിയിലൂടെ കൊണ്ടുപോയി ഗൂഗിൾ അമ്മച്ചി. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയിട്ടോ. ഇനി കറക്റ്റ് 30 മിനിറ്റും കൂടെ പോയാൽ നമ്മൾ ഫ്ലാറ്റിലെത്തും. ഇതാ കാണുന്നുണ്ടോ? അപ്പം ഇപ്രാവശ്യം എന്തോ പൊലച്ചക്ക് 3 മണിക്കേ കിഞ്ഞോണ്ടാണോന്ന് അറിയില്ല. ഇപ്പൊ ക്ഷീണമില്ല. ഉച്ചക്ക് മുന്നേ എത്തിയില്ലേ, 11:30 ആവുന്നതേ ഇല്ലു. അല്ലെങ്കിൽ നമ്മ എപ്പോൾ ഒരു 6 മണി ആ സമയത്താക്കിയ വീട്ടിൽ നിന്ന്. അപ്പം എന്തായാലും എത്തുമ്പോൾ ഒരു സന്ധ്യയെല്ലാം കഴിയും, ഇങ്ങനെ മടുപ്പാവും. ഇത് അത്ര പൊലച്ചക്കേ കിഞ്ഞോണ്ടല്ല സുഖമായിട്ട് എത്തിയിട്ടോ. എനിക്കൊരു മടുപ്പ് ക്ഷീണം തോന്നിയില്ല. ഏട്ടൻ പിന്നെ ഓടിച്ചു മടുത്തത്. അങ്ങനെ ഞങ്ങൾ ആലുവ എത്തിട്ടോ, കളമശ്ശേരി എത്തി, കാക്കനാട് എത്തി, വീടെത്തി. അപ്പോൾ എന്താ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് ബാക്കിലും ഡിക്കിയിലും എല്ലാം ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് മേലെ എത്തിക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം നമ്മൾ വന്ന റൂട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവായി നിങ്ങളെ കാണിച്ചു തരാനൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലാ യാത്രയിലും നിങ്ങളെ കൂടെ കൂട്ടണം എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു. സൗണ്ട് പോയി.